ഇലക്ഷൻ റിസൾട്ട് വന്നതിനെ കുറിച്ച് ഒരു 5 മിനിറ്റ് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നു. അഭിപ്രായം, ഒരു പൊതു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവി ഇവിടെ ജീവിക്കുന്ന ഒരു വോട്ടവകാശമുള്ള ആളെന്ന നിലയിൽ എന്താണ് അഭിപ്രായം പറയാമോ? വോട്ടവകാശം ഉള്ള ആളെന്ന നിലയിൽ യെസ്, ഓക്കേ, പറയാലോ. പറയൂ. ഇത് മണ്ണടിയാണ്. മണ്ണടി എന്ന് പറയുന്ന സ്ഥലമാണ്. 2 മിനിറ്റ് പറഞ്ഞാൽ മതി. അല്ല, അതായത് നമ്മൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. വോട്ടവകാശമുണ്ട്, അത് വിനിയോഗിക്കൽ നിർബന്ധവുമാണ്. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയ നിലപാടും ഉണ്ടാവണം. അതും നിർബന്ധമാണ്. ഒരു രാഷ്ട്രീയ നിലപാടും അതിന് കുറച്ച് കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാവൽ നിർബന്ധമാണ്. അപ്പോൾ ഏത് തരം സർക്കാരാണ് നമ്മൾ വരണം എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ സങ്കല്പത്തിനൊത്ത വികസനം, നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പാർട്ടിക്കാരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം, അതൊക്കെ തീരുമാനിക്കേണ്ടുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ്. പ്രചരണം പല രൂപത്തിലുണ്ടാവും, പല വാഗ്ദാനങ്ങൾ തന്ന പ്രചരണം ഉണ്ടാവും, പ്രകടന പത്രിക തരുന്നുണ്ടാവും നമുക്ക്. പക്ഷേ ഈ പ്രകടന പത്രികകളോ ഈ വാഗ്ദാനങ്ങളോ ഒന്നും കൃത്യമായി നിറവേറ്റാൻ ഈ ജയിച്ചു പോകുന്നവർ താല്പര്യപ്പെടാറില്ല. അല്ലെങ്കിൽ അതിനെ ഈ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു ടൂൾ ആയിട്ടാണ് ഈ പ്രകടന പത്രികകളൊക്കെ വരാറ്. അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ പോലും നമുക്ക് തമ്മിൽ ഭേദം നല്ലതാര് എന്ന് നോക്കിയെങ്കിലും നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നു, അത് 10 പേര് ചിന്തിക്കുന്നു, എല്ലാവരും അതുപോലെ ചിന്തിക്കുമ്പോഴത്തേക്ക് പലരും പല രാഷ്ട്രീയ പാർട്ടിയിൽ ആഭിമുഖ്യമുള്ളവരുണ്ടാവും, ഒരു പാർട്ടിയിലും പ്രതിപത്തി ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വോട്ട് ചെയ്യുന്നു, ഇതിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ വിജയിക്കുന്നു. അപ്പോൾ അവരുടെ ചില കണക്കൂട്ടലനുസരിച്ചുള്ള ഭരണം അവർ കാഴ്ചവെക്കുന്നു. ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വർത്തമാനകാലത്തെ രാഷ്ട്രീയ ചുറ്റുപാട്. ഇപ്പോഴത്തെ ഇലക്ഷൻ റിസൾട്ട് വന്നതിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇക്ക മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവരോട് പങ്കുവയ്ക്കാമോ? ഒരു 2 മിനിറ്റ്, അല്ല സോറി 1 മിനിറ്റ് വീഡിയോ കൂടി പോയാൽ ആൾക്കാർ കാണില്ല. ഇപ്പോഴത്തെ ഇലക്ഷൻ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനോട് ഉള്ള ആ എതിർപ്പ് കൃത്യമായിട്ട് അത് ഒരു പാർട്ടിക്കല്ല പോയത്, 2 പാർട്ടിക്കും 2 പക്ഷത്തിലേക്കും മാറിപ്പോയി. ഈ ഇടത് മുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇടതു മുന്നണിക്കല്ലാതെ മറ്റുള്ള 2 പേർക്കായിട്ട് സ്പ്ലിറ്റ് ആയി പോയി. ഇടതു മുന്നണിക്ക് വോട്ട് കിട്ടിയതുമില്ല. കാരണം അത് ആ ഒരു ഭരണവിരുദ്ധ വികാരമാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ഇനിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കേന്ദ്രത്തിലെ ഭരണം ഇഷ്ടപ്പെടാത്തവർ, കേരളത്തിലെ ഭരണവും ഇഷ്ടപ്പെടാത്തവർ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്തു. അവർ കേരളത്തിൽ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ആഴ്ച കഴിഞ്ഞിട്ട് സംസാരിക്കും. ഞാനൊരു 2 ഭയങ്കര രാഷ്ട്രീയക്കാരത്തെ മോളാണ്. ഭയങ്കര രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന രാഷ്ട്രീയം ഉള്ള ഒരാളിൻ്റെ മോളാണ്. എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇല്ല, പക്ഷെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഭയങ്കരമായിട്ടാണ് വോട്ടിനെ ഒരു ആഘോഷമാക്കിയാണ് തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോയി വോട്ടിടിക്കാൻ കാണിക്കുന്ന ഒരു ത്വരയെന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര രാഷ്ട്രീയമാണ് എൻ്റെ അച്ഛന്. എൻ്റെ അച്ഛൻ്റെ നമ്മളെ പാർട്ടിക്കാരനായിട്ട് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അച്ഛൻ്റെ മരണകാലത്തും അല്ലെങ്കിൽ അച്ഛൻ്റെ രോഗാവസ്ഥയിലും ഒന്നും അച്ഛൻ കൂടെ കൊണ്ട് നടന്ന പാർട്ടിയിലെ ആരും തന്നെ അന്വേഷിച്ചില്ല എന്നുള്ളത് ഞാനൊരു കുറവായിട്ടാണ് കാണുന്നത്. കാരണം ഞങ്ങളുടെ ഒരു നാട്ടിൽ ആദ്യ സമയത്ത് എൻ്റെ കുഞ്ഞിലെയൊക്കെ ഭയങ്കരമായിട്ട് പാർട്ടിയെ വളർത്തിയ ഒരാളാണ്. ലോക്കൽ രീതിയിൽ അവിടെയെല്ലാം കുത്താന എന്ന് പറയുന്ന സ്ഥലത്താണ്, ചെമ്പരത്തി പഞ്ചായത്താണ്. അവിടെയൊക്കെ ആദ്യകാലത്തുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ അറിയാം, അങ്ങനെ അവർക്കൊക്കെ അറിയാം. അവരൊക്കെ നല്ല രാഷ്ട്രീയമാണ്, നല്ല പാർട്ടിക്കാരാണ്. പിന്നെ ഇപ്പം നമുക്കറിയില്ല ഇപ്പോൾ ആരൊക്കെയാണ് പാർട്ടിക്കാരൊന്നും അങ്ങനെയൊന്നും നമ്മളവിടെ അല്ല. എൻ്റെ സ്ഥലത്തല്ല ഞാൻ താമസിക്കുന്നത്, കിളിമാനൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയത്തില്ല. പക്ഷേ വോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ഇപ്രാവശ്യം പോയില്ല. അച്ഛൻ ഇല്ലാത്തത് കൊണ്ട്, അച്ഛൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോകും. കാരണം അച്ഛന് പോകണം, അച്ഛൻ എന്നെ കൊണ്ടുപോയി അടക്കുള്ളൂ, അങ്ങനെ ഒരു വാശിയാണ്. ഇപ്രാവശ്യം പോയില്ല.
പോകാൻ പറ്റിയില്ലാത്തത് കൊണ്ടാണ് പോകാഞ്ഞത്. പോകണം ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു വോട്ട് കൊടുക്കണം എന്ന്. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരെന്നോ അങ്ങനെ എന്തോണേ പറയാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പാർട്ടിക്കാരിയാണ്, ഇപ്പോഴും പാർട്ടിക്കാരിയാണ്, ഇനി മരിക്കും വരെയും പാർട്ടിക്കാരിയാണ്. പക്ഷേ ആദ്യമേ ഈ ചെറിയ ഇടങ്ങളിൽ നിന്ന് പിടിക്കണം, ചെറിയ ഇടങ്ങളിൽ നിന്ന് പിടിച്ചു വരണം. ചെറിയ ഇടങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളെ പോലെ സാമൂഹ്യനീതി പെൻഷൻ വാങ്ങിക്കുന്ന, സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ അഗതി പെൻഷൻ വാങ്ങിക്കുന്ന മനുഷ്യരെയൊക്കെ തച്ചുടച്ചുകൊണ്ട് അവർക്കൊരു അവരിലുണ്ടാകുന്ന അവർക്ക് ഈ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല, ചെറിയ കാര്യങ്ങളെ അറിയാവൂ. അപ്പോൾ അവരിലുണ്ടാകുന്ന വിശ്വാസമൊക്കെ തകർത്തുകൊണ്ട് ഇപ്പോൾ എന്ത് പ്രതിസന്ധിയോ വന്നോട്ടെ സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ടായിരുന്നു, അത് സർക്കാർ ചെയ്തില്ല. അതിന് ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോയുടെ താഴെ ധീരയെ അൺഫ്രണ്ട് ചെയ്യുന്നു, ധീര പാർട്ടിക്കാരിയായിരുന്നു, ധീര ഇപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നു. ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. തെറ്റായിരുന്നു ചെയ്തത്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനവിരുദ്ധ രീതി, എന്താണ്, അധികാരമുള്ളവന് എന്തും കാണിക്കാമെന്നൊരു രീതി വന്നതുകൊണ്ട് തന്നെയാണ്, തലക്കനം കൂടിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് പൊതുവായിട്ടുള്ള കാര്യം പറയാം. ഈ ഇലക്ഷനാണ് നമ്മുടെ തലവിധി നിശ്ചയിക്കുന്നത്. നമ്മുടെ തലവിധിയെ മാറ്റി എഴുതിയ ഇലക്ഷനായിരുന്നു. വളരെ പ്രതീക്ഷയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ പ്രതീക്ഷയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അധികാരം മോഹികളായ ആൾക്കാരുടെ മണ്ടക്കിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഇലക്ഷൻ റിസൾട്ടാണ് വന്നത്. അതിന് മനുഷ്യന്മാരെ അത്ര കൊല്ലാക്കൊല്ല ചെയ്തത് കൊണ്ടാണ് എല്ലാവരും തിരിഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കുണ്ടാവട്ടെ, അധികാരികൾക്കുണ്ടാകട്ടെ. ഇനി വരുന്ന ഇലക്ഷൻ, ഇനി വരുമല്ലോ, ഒരു പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഇനി വരുന്ന ഇലക്ഷനിലെങ്കിൽ ഒന്ന് മനസ്സിരുത്തി ഇവരെ ചിന്തിക്കട്ടെ. വീഡിയോ നീണ്ടുപോയാൽ എല്ലാവരും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഒരു യാത്രയാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഈ ഇലക്ഷൻ്റെ റിസൾട്ട് കണ്ട് പാർട്ടികൾ തിരുത്താനുള്ള ഒരു നടപടി എടുക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഇലക്ഷനെങ്കിലും ഇത് പ്രതിഫലിക്കാതെ ഈ രൂപത്തിൽ ജനോപകാര നടപടികളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വരുന്ന ഇലക്ഷനിലെങ്കിലും നമുക്ക് അതെ ആ പഴയ കാലം കൊണ്ടുവരും. നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. പാർട്ടിക്കാരി എന്ന നിലയിൽ, ഞാൻ പാർട്ടിക്കാരൻ്റെ ഒരു സഖാവിൻ്റെ മോളാണ്, എനിക്ക് പറയുന്നത് ഒരു മടിയില്ല. അപ്പോൾ ആ ആളെന്ന നിലയിൽ നല്ലത് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. എനിക്ക് പിന്നെ നൈമിത്ര തുടങ്ങിയ സമയം തൊട്ട് ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് രാഷ്ട്രീയമില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും ചേർന്നാണ് നൈമിത്രയെ വളർത്തിയത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാവുമല്ലോ, ആ നിലപാട് മരണം വരെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മാറ്റങ്ങൾ വരട്ടെ. ഇനിയത്തെ തിരഞ്ഞെടുപ്പുകളെങ്കിലും ഇവർ നല്ലത് ചെയ്തുകൊണ്ട് ഇവർക്ക് അനുകൂലമായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും ഭരിക്കട്ടെ, എല്ലാവരുടെയും കാര്യങ്ങൾ അറിയട്ടെ. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഒന്നുകൂടി പറയാം, ഏറ്റവും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ വലിയ വിജയത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ മുതൽ രാഹുൽ ഗാന്ധിയെ ഇഷ്ടമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വിജയം ഭയങ്കര ആഘോഷമാക്കി ഞാൻ എടുക്കുന്നു. ഓക്കെ, നമ്മുടെ MLA ആയിരുന്നു വി ജോയി, അദ്ദേഹമാണ് തോറ്റത്. അതിൽ എനിക്ക് വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. ഓക്കെ.